അതേ മാനേജരെ, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് എന്ന് പ്രിൻസിപ്പൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ഞങ്ങൾ എടുക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അതിനെ പേടിക്കേണ്ട. സ്കൂൾ വിടുന്ന സമയത്ത് അവിടെ പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാം. അതെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. സ്കൂളിനകത്ത് സ്കൂളിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. ബിൽഡിങ്ങിൽ ഇപ്പൊ നമുക്കറിയാം എത്രയോ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ തകർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അറിയാലോ, മാനേജർക്ക് അറിയാലോ. നിങ്ങളുടെ സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? അത് ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, സാധാരണക്കാരുടെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ഇത് പഴയ ബിൽഡിങ്ങുകൾ, എത്രയോ കാലത്തിന് ഈ ബിൽഡിംഗ് തന്നെ എവിടെയെല്ലാം ചിതലരിച്ചിരിക്കുന്നതെന്ന്. അതെ, പോലീസുകാരറിയേണ്ട കാര്യമല്ല. അത് നമ്മുടെ പരിശോധിക്കാൻ നമ്മൾ ആരുമല്ല. ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾ അതെ, കുട്ടികൾക്ക് വെളിച്ചം പകരാൻ വേണ്ടി നിങ്ങളുടെ പിതാവ് സ്ഥാപിച്ചത്, അതിനൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ അതല്ലല്ലോ ചെയ്യുന്നത്. 65-70 ലക്ഷം രൂപ വാങ്ങിച്ചല്ലേ ഓരോ നിയമനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഒരു അംശം നിങ്ങൾ നിങ്ങൾ ബിൽഡിങ് വയ്ക്കൂ. കുട്ടികളുടെ ലാട്രിൻ സംവിധാനമൊക്കെ കണ്ടോ? നിങ്ങൾ അതിനകത്ത് അതൊക്കെ ചെയ്യൂ. നല്ല ബിൽഡിങ് വെച്ച് നല്ല സംവിധാനങ്ങൾ ചെയ്യൂ. കുട്ടികൾ ധാരാളം വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടേ. ബാക്കി സാമൂഹ്യ വിരുദ്ധയുടെ കാര്യം നിങ്ങൾ അറിയേണ്ട. അങ്ങനെയുള്ള എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ പോലീസുകാരുടെ ഉള്ളത്. സാധാരണക്കാരുടെ മക്കളല്ലേ ഇവിടെ പഠിക്കുന്നത്. നിങ്ങൾ ഈ അഡ്മിഷൻ സമയത്തൊക്കെ, ഹയർ സെക്കൻഡറിയിലൊക്കെ അഡ്മിഷൻ സമയത്തൊക്കെ ധാരാളം കുട്ടികളെ അഡ്മിഷൻ ഫീസൊക്കെ ധാരാളം വാങ്ങുന്നില്ലേ? ഒന്നും ശരിയാണോ എന്നോ അല്ല, അത് മാനേജരോട് പറയേണ്ട കാര്യങ്ങളല്ല. അത് മാനേജരല്ല ചെയ്യുന്നത്. എങ്കിലും മാനേജർ പറയാതെ ഒന്നും അവിടെ ചെയ്യില്ലല്ലോ. ധർമ്മം പാലിക്കേണ്ട നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ പിതാവ് സ്ഥാപിച്ച സമൂഹത്തിന് വെളിച്ചമാകേണ്ട ഒരു സ്ഥാപനമാണ്, വീശുന്ന ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, പോലീസുകാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കവിടെ വേറെ വിഷയമൊന്നുമില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നടപടി സ്വീകരിക്കും. അല്ലാതെ ഞാനൊന്നും ജസ്റ്റ് മാനേജരെ എനിക്കറിയാമെന്നുള്ള, വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ബാക്കിയുള്ളത് അത് ശരിയും തെറ്റും നിങ്ങളുടേതായ രീതിക്ക് എടുക്കുക. ബാക്കി പോലീസുകാരുടെ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഞങ്ങൾ ചെയ്തു തരാം.